ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗോഗ് മാഗോഗ് യുദ്ധം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം വിചിന്തനം ചെയ്യുന്നത്. അതിനു മുൻപായി ഗോഗ് മാഗോഗ് യുദ്ധം തുടങ്ങുന്നതിന് മുൻപായി, ആ വിഷയത്തെ വിശദീകരിക്കുന്നതിന് മുൻപായി വെളിപ്പാട് പുസ്തകം 20 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൂടി നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതിലൊന്ന്, സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിടുന്നതാണ്. പിന്നീട് സാത്താനെ തുറന്നു വിടുകയും സാത്താൻ പോയി കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായ ഗോഗ് മാഗോഗ് ജനത്തെ യുദ്ധത്തിനായി കൂട്ടിവരുത്തുന്നതും പിന്നീട് പിശാചിന് അല്ലെങ്കിൽ സാത്താന് ശിക്ഷ വിധിക്കുന്നതുമാണ് ആ വാക്യത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ആയതിനാൽ സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടതിനെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ച് പൊതുവിൽ പല ആളുകളും ധരിച്ചിരിക്കുന്നത് ഇത് വിദൂര ഭാവിയിൽ യേശുക്രിസ്തുവിൻ്റെ വരവിനോട്, രണ്ടാമത്തെ വരവിനോട് അനുബന്ധിച്ച് നടക്കാനിരിക്കുന്ന യുദ്ധമാണ് എന്നൊക്കെയാണ് ചിലർ അന്ധമായി ഇതിനെ ധരിച്ചു വച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത് അക്ഷരീയമായ യുദ്ധമാണോ? അത് മറ്റ് പല രാജ്യങ്ങളുമായി ചേർന്നുള്ള യുദ്ധമാണോ? ദൈവത്തിൻ്റെ സഭയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ യുദ്ധത്തിനായി കൂടി വരുന്നതാണോ? അതോ സാത്താനും സഭയും തമ്മിലുള്ള യുദ്ധമാണോ? എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരമെന്ന് നമുക്ക് മനസ്സിലാക്കാം. വെളിപ്പാട് പുസ്തകം 20 അധ്യായം നാം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഈ വിഷയം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആയതിനാൽ ആ 10-ാമത്തെ 9-ഉം 10-ഉം വാക്യങ്ങളിലാണ് ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിന് മൂല കാരണമായി കാണുന്നത് സാത്താനെ തടവിൽ നിന്നും അഴിച്ചു വിടുമ്പോൾ സാത്താനാണ് ചെന്ന് ഗോഗ് മാഗോഗ് ജനത്തെ വശീകരിച്ച് യുദ്ധത്തിനായി കൂട്ടിവരുത്തുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ആയതിനാൽ ഈ സാത്താനെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. ആയതിനാൽ സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടു എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പരിശോധിക്കാം. വെളിപ്പാട് പുസ്തകം 20 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലാണല്ലോ അത് കാണുവാനായിട്ട് കഴിയുന്നത്. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിലിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിൻ്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുദ്ധാനം. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരം ഇല്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകന് കിടക്കുന്ന ഗന്ധക തീപ്പുകയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഇത്രയും വേദഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ: ഒന്ന്, സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിടുന്നത്; ന്യായാസനങ്ങളെ കണ്ടത്; തല ഛേദിക്കപ്പെട്ടവരും രക്തസാക്ഷികളുമായ ആളുകൾ ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാണത്; 1-ാമത്തെ പുനരുദ്ധാനം, സാത്താനെ അഴിച്ചുവിടുന്നത്;
ഗോഗ് മാഗോഗ് യുദ്ധവും പിശാചിനെ ഗന്ധക തീപ്പൊയ്കയിൽ എറിയുന്നതും ആണ് നാം വായിച്ച 20-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇവയിൽ ചിലത് നമുക്ക് പരിശോധിക്കാം. സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. എന്താണ് സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം? ഇത് ശരിക്കും സാത്താൻ തന്നെയാണോ? ഒട്ടുമിക്ക ആളുകളും വിചാരിച്ചിരിക്കുന്നത്, വിശ്വസിച്ചിരിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇത് ശരിക്കും സാത്താൻ തന്നെയാണ് എന്നാണ്. എന്നാൽ നാം ദൈവവചനം വ്യക്തമായ നിലയിൽ വായിച്ചു പഠിക്കുമ്പോൾ ഇത് സാത്താനെ ചങ്ങലക്കിട്ടു, സാത്താൻ ബന്ധനത്തിലാണ് എന്ന് ചിന്തിക്കുവാൻ യാതൊരു ന്യായവും ഇവിടെ കാണുന്നില്ല. കാരണം വെളിപ്പാട് പുസ്തകം രചിച്ചിരിക്കുന്നത് ആലങ്കാരിക ഭാഷയിലാണ്. ആയതിനാൽ വെളിപ്പാട് പുസ്തകം 90% ആലങ്കാരിക ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് പ്രതിരൂപമാണ്. പ്രതിരൂപ ഭാഷയിലാണ്, അഥവാ രൂപക ഭാഷയിലാണ് വെളിപ്പാട് പുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത്. അത് പ്രതീകാത്മകമാണ്. അപ്പോൾ ഇവിടെ സാത്താൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും സാത്താനെ അല്ല അർത്ഥമാക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരുപാട് രൂപകങ്ങളുണ്ട്. 7 തല, 10 കൊമ്പ്, ഇങ്ങനെ ചില പദങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. അതെല്ലാം അക്ഷരാർത്ഥത്തിൽ 7 തലയെന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? അല്ല. 7 തലയെന്ന് പറഞ്ഞാൽ അത് 7 മലയാണ്. റോമാ നഗരം 7 മലകളുടെ മുകളിലാണല്ലോ പണിതിരുന്നത്. അപ്പോൾ അതെല്ലാം രൂപകമാണ്. അപ്പോൾ ഒരു കാര്യം, ഒരു വസ്തു പറയുമ്പോൾ അതിനെ പ്രതീകാത്മകമായിട്ട് വേണം നാം എടുക്കാൻ. അങ്ങനെയാണ് വെളിപ്പാടിൽ അത് എഴുതിയിരിക്കുന്നത്. ആയതിനാൽ ഇവിടെ സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സാത്താനെ പിടിച്ച് 1000 കൊല്ലം അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടി ചങ്ങലക്കിട്ട് മീതെ മുദ്രയിട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. സാത്താനെ ബന്ധിച്ചിട്ടുണ്ടോ ബന്ധിച്ചിട്ടില്ലയോ എന്ന കാര്യത്തിൽ ഇന്നത്തെ വേദപഠിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുള്ള പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ വെളിപ്പാട് പുസ്തകത്തെ അധികരിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ 25ഓളം വെളിപ്പാട് പുസ്തക വ്യാഖ്യാനങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വ്യാഖ്യാനങ്ങളെല്ലാം ഒന്നോടൊന്ന് യോജിച്ചു പോകുന്നതല്ല. എല്ലാം വൈരുദ്ധ്യാത്മകമാണ്. ഒരാൾ പറഞ്ഞിരിക്കുന്ന പോലെ അല്ല മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ ഭാവനയ്ക്കോ അല്ലെങ്കിൽ അവരുടേതായ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് വ്യാഖ്യാനങ്ങളെല്ലാം വന്നിരിക്കുന്നത്. വ്യാഖ്യാനങ്ങൾ തെറ്റല്ല, ആർക്കും വെളിപ്പാട് പുസ്തകത്തെ വ്യാഖ്യാനിക്കാം. പക്ഷേ വ്യാഖ്യാനമെല്ലാം ഒന്നായിരിക്കുന്നതിൻ്റെ അർത്ഥം വളരെ കൃത്യമായിരിക്കണം എന്നുള്ളതാണ് പരമപ്രധാനമായിരിക്കുന്നത്. അപ്പോൾ ആയതിനാൽ നമുക്ക് ആ ആശയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടു. 1000 ആണ്ട് കഴിവോളം ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തെ കഴിച്ചുവിടേണ്ടതാകുന്നു. വെളിപ്പാട് 20-ന്റെ 13-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകത്തിലെ 20-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടത്, അതിനുശേഷം അവനെ അഴിച്ചുവിടുന്നത്, ന്യായാസനങ്ങൾ, ഗോഗ് മാഗോഗ് എന്നവർ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുന്നത്, പിശാചിനെ ഗന്ധക തീപ്പൊയ്യിലേക്ക് തള്ളിയിടുന്നത്, അന്ത്യന്യായവിധി എന്നിവയെല്ലാം ഈ അധ്യായത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയമാണ്. ആയതിനാൽ ഈ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടു എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പരിശോധിക്കാം. മഹാസർപ്പത്തെ പിടിച്ച് ബന്ധിച്ചത് എപ്പോൾ ആണെന്ന് മനസ്സിലാക്കുവാൻ വെളിപ്പാടിൽ തന്നെ വ്യക്തമായ തെളിവ് നൽകിയിട്ടുണ്ട്. അവനെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടത് ഈ 1000 ആണ്ടിൽ ഒരു പ്രത്യേകത, ആ കാലത്ത് ക്രിസ്തു വാഴുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തു വാഴുവാൻ തുടങ്ങിയപ്പോൾ സാത്താൻ ബന്ധിക്കപ്പെട്ടു എന്ന് തെളിയുന്നു. അതുകൊണ്ട് ക്രിസ്തു വാഴുവാൻ തുടങ്ങിയത് തൻ്റെ 2ാം വരവിന് ശേഷമല്ല, 1ാം വരവിന് ശേഷമാകയാൽ സാത്താൻ ബന്ധനത്തിലാണ് എന്ന് മനസ്സിലായല്ലോ.
തൻ്റെ മരണ പുനരുത്ഥാന സ്വർഗാരോഹണത്തോടുകൂടി സാത്താനെ ബന്ധിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമായും തെളിഞ്ഞിരിക്കുന്നു. പേജ് നമ്പർ 631, 632. വെളിപ്പാട് പുസ്തകവും ക്രിസ്തുവിൻ്റെ സഭയും. ബ്രദർ NB എബ്രാഹാം. ബ്രദർ NB എബ്രാഹാം എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ ഈ സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടു എന്നതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന വ്യാഖ്യാനമാണ് നാം വായിച്ചു കേട്ടത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൽ സാത്താനെ പിടിച്ചു ചങ്ങലയിലിട്ടു അഗാധ കൂപത്തിൽ അടച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മറ്റൊരു വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത് വായിച്ചു കേൾപ്പിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിലാണ് അത് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാണല്ലോ. സാത്താനെ ബന്ധിക്കുന്നതും ആ സമയത്ത് തന്നെയാണെന്ന് ചിന്തിക്കുവാൻ ആണ് കൂടുതൽ ന്യായങ്ങൾ. 12-ാം അധ്യായത്തിൽ സാത്താനെക്കുറിച്ച് പറയുമ്പോൾ ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്നവൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. 12-9 വാക്യം. 20-ാം അധ്യായത്തിലും സാത്താനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. ഈ പേരുകളിൽ സാത്താനെക്കുറിച്ചുള്ള സകല കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ ആണ് സാത്താനെ ബന്ധിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവ് വരുന്നത് വരെ അവൻ അത് തുടരുകയും ചെയ്യും. അന്ന് അവനെ അഗാധത്തിൽ തള്ളിയിട്ട് പൂട്ടിയിടും. മേഘാരൂഢനായി വരുന്ന രാജാവ് പൗലോസ് തുടിയൻ. പൗലോസ് തുടിയൻ എന്ന് പറഞ്ഞ മറ്റൊരു ദൈവദാസൻ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തിൽ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിലാണ് സാത്താനെ പിടിച്ച് ബന്ധിക്കുന്നത് എന്നാണ്. എന്നാൽ ഒന്നാമത്തെ ആൾ പറഞ്ഞത് NB എബ്രാഹാം പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ 1ാമത്തെ വരവിൽ സാത്താനെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് കൂട്ടർ പറയുന്നത് രണ്ടും രണ്ടായ തരത്തിലാണ്. ഇനിയും ധാരാളമുണ്ട്. എഗസ്കിയേലിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയും പുതിയ ഭൂമിയും എന്ന വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതും യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിലാണ് സാത്താനെ പിടിച്ച് പൂട്ടുന്നതാണ്. എന്നാൽ വേറെയും ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് 1ാമത്തെ വരവിലാണെന്ന്. അപ്പോൾ എല്ലാ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനങ്ങളിൽ നിന്നും ഉദ്ധരിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഒരു 3 ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ വെളിപ്പാട് പുസ്തക വ്യാഖ്യാതാക്കളെല്ലാം ഈ വിഷയത്തിൽ വൈരുദ്ധ്യം നിറഞ്ഞ ആശയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ വാസ്തവമായി സാത്താനെ ബന്ധിച്ചിട്ടുണ്ടോ? സാത്താൻ ബന്ധനാവസ്ഥയിലാണോ? നമുക്ക് ആ ഭാഗം ഒന്ന് പരിശോധിക്കാം. യേശുക്രിസ്തുവിൻ്റെ 1ാമത്തെ വരവിൽ സാത്താനെ പിടിച്ച് 1000 വർഷത്തേക്ക് ചങ്ങല കിട്ടുന്നും ഇപ്പോൾ സാത്താൻ ബന്ധനാവസ്ഥയിലാണെന്നുമുള്ള പഠിപ്പിക്കൽ വേണ്ടത്ര വേദാധാരമുള്ളതല്ല. സാത്താനെ ഇടക്കാലത്തേക്ക് ബന്ധിച്ചതായി തിരുവചനത്തിൽ എവിടെയും വ്യക്തമായി തെളിവില്ല. സാത്താൻ ഇപ്പോഴും ദൈവസഭയുടെ പ്രതിയോഗിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് തിരുവചനം പ്രസ്താവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. 2 കൊരിന്ത്യർ 2-11 വാക്യം. പിശാചിന് ഇടം കൊടുക്കരുത്. എഫേസ്യ ലേഖനം 4-27 വാക്യം. സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് 1 കൊരിന്ത്യർ 7-5 വാക്യം. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 വട്ടം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. ഇപ്പോൾ തന്നെ ചിലർ സാത്താൻ്റെ പിന്നാലെ പോയല്ലോ. 1 തീമോത്തി 5-15 വാക്യം. ക്രിസ്തുവിൻ്റെ 1ാമത്തെ വരവിൽ സാത്താനെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിലൂടെ ദൈവസഭയ്ക്ക് ഈ മുന്നറിയിപ്പ് നൽകേണ്ട ആവശ്യമില്ലല്ലോ. സാത്താൻ തടവിലാണെങ്കിൽ അലറുന്ന സിംഹം എന്ന പോലെ ചുറ്റി നടക്കുന്നതെങ്ങനെ? പൗലോസ് അപ്പോസ്തലനെ തടഞ്ഞതെങ്ങനെ? ദൈവസഭയ്ക്കും സത്യസുവിശേഷത്തിനുമെതിരെ സാത്താൻ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അനന്യാസെ, സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? പ്രവൃത്തികൾ 5-ാം അധ്യായം 3-ാം വാക്യം. അപ്പോൾ സാത്താനെ ബന്ധിച്ചിട്ടില്ല എന്ന് ഈ തിരുവചന ഭാഗങ്ങളെല്ലാം പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായല്ലോ. അപ്പോൾ സാത്താനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 1ാമത്തെ വരവിൽ സാത്താനെ ബന്ധിച്ചിട്ടില്ല. ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാക്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 1ാമത്തെ വരവിൽ സാത്താനെ പിടിച്ച് ചങ്ങലയിട്ട് അഗാധ കൂപത്തിൽ അടച്ചു പൂട്ടുകയല്ല ചെയ്തത്, മറിച്ച് മരണത്തിൻ്റെ അധികാരിയായ പിശാച് ബന്ധിച്ചിരുന്ന പാപികളായ മനുഷ്യരെ അഴിച്ചുവിടുകയാണ് യേശു ചെയ്തത്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി.
1 യോഹന്നാൻ 3:8 ഈ വാക്യത്തിലെ അഴിപ്പാൻ എന്നതിന് ഗ്രീക്ക് മൂലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ലുവോ എന്ന വാക്കാണ്. നിയമപരമായി ബന്ധിക്കുന്ന ഒരു ഉടമ്പടിയെ റദ്ദാക്കുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സാത്താനെ പിടിച്ച് കെട്ടിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായല്ലോ. അപ്പോൾ നിയമപരമായി ഉള്ള ഒരു ഉടമ്പടിയെ റദ്ദാക്കുക എന്നാണ് ലുവോ എന്ന ആ വാക്കിൻ്റെ അർത്ഥം. മനുഷ്യപുത്രൻ വന്നത് അല്ലെങ്കിൽ ദൈവപുത്രൻ വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. പിശാച് അടിമത്തത്തിൽ വെച്ചിരുന്ന, പിശാച് ബന്ധിച്ചിരുന്നതായ ആളുകളെ കർത്താവായ യേശുക്രിസ്തു അവരെ ആ പിശാചിൻ്റെ തടവിൽ നിന്നും അവൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചു. അല്ലെങ്കിൽ പിശാചിന് ഇനി അവരെ പിടിച്ചു വെക്കുവാൻ പൂർണ്ണമായി കഴിയുകയില്ല. കർത്താവ് അതിൽ നിന്ന് ആ നിയമത്തെ റദ്ദാക്കി. ആ ഉടമ്പടി എന്ത് ചെയ്തു? കർത്താവ് റദ്ദാക്കി കളഞ്ഞു. അതുകൊണ്ട് അനേകർക്ക് ഇന്ന് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് പിശാചിൻ്റെ അധികാരത്തിൽ നിന്നും അവൻ്റെ അണ്ടറിൽ നിന്നും രക്ഷ പ്രാപിപ്പാൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ഇന്ന് സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ സാത്താനെ പിടിച്ച് കെട്ടിയിട്ടില്ല, പകരമായി സാത്താൻ്റെ ബന്ധനത്തിൽ ഉണ്ടായിരുന്നവരെ യേശു ക്രിസ്തു വിടുവിക്കുകയും തുടർന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതായത് സാത്താൻ്റെ അധീനതയിൽ നിന്നും രക്ഷ പ്രാപിക്കാനുള്ള ദൈവകൃപ യേശുക്രിസ്തു മുഖാന്തരം എല്ലാ മനുഷ്യർക്കും നൽകിയിരിക്കുന്നു. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 26:18 പിശാചിനാൽ പിടിക്കപ്പെട്ടു കുടുങ്ങിയവരാകയാൽ 1 തിമോത്തി 2:26 മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. എബ്രായർ 2:14 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. കൊലോസ്യർ 2:15 അപ്പോൾ ഈ തിരുവചന ഭാഗങ്ങളെല്ലാം നമുക്ക് നൽകുന്ന ഉറപ്പെന്താണ്? പിശാചിനെ ബന്ധിച്ചിട്ടില്ല, സാത്താൻ തടവിലല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. സാത്താൻ്റെ തന്ത്രങ്ങളെ പ്രതിരോധിക്കുവാൻ ദൈവശക്തിയും ദൈവത്തിൻ്റെ സർവായുധ വർഗവും ആവശ്യമാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. എഫേസ്യർ 6:10 നല്ല വിത്തായ ദൈവസഭയുടെ ഇടയിൽ കള വിതയ്ക്കുന്ന ശത്രുവാണ് പിശാച്. നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച്. മത്തായി 13:37-40 ദൈവമക്കളുടെ ശത്രുവായ പിശാചിനോട് എതിർത്ത് നിന്ന് പോരാടി അവനെ ജയിക്കണം. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യാക്കോബ് 4:7 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്ര. എഫേസ്യർ 6:12 പിശാച് എന്നതിനെ ഗ്രീക്ക് മൂലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡിയാബോലോസ് എന്ന വാക്കാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ശത്രു എന്നാണ്. അപ്പോൾ ഈ തിരുവചന ഭാഗങ്ങളെല്ലാം നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, പിശാചിനോട് പോരാടുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ് എന്നാണ്. അപ്പോൾ പിശാചിനെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോരാട്ടമില്ലല്ലോ, പോരാടേണ്ട ആവശ്യമില്ലല്ലോ, പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആയതിനാൽ പിശാചിനെ ബന്ധിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പിശാചിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയല്ല, പിശാച് പിടിച്ചു വെച്ചിരുന്നവരെ അവൻ്റെ അധികാരത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ് കർത്താവ് ചെയ്തത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഒരു കൂനിക്ക് സൗഖ്യം കൊടുത്തപ്പോൾ ആ കൂനിയെ നിവർത്തിയ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരീശന്മാരുമായി തർക്കവും വാദവും ഉണ്ടായപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്: 18 സംവത്സരമായി പിശാച് ബന്ധിച്ചിരുന്ന ഇവളെ അഴിച്ചുവിടേണ്ടതല്ലയോ എന്നാണ് കർത്താവ് ചോദിച്ചത്. അപ്പോൾ പിശാച് പിടിച്ചു വെച്ചിരുന്ന ആളുകളെ അവൻ്റെ അധികാരത്തിൽ നിന്ന് കർത്താവ് അഴിച്ചു വിടുകയാണ് ചെയ്തത്. അതാണ് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് സ്വതന്ത്രരാകുവാൻ ദൈവം എല്ലാവർക്കും യേശുക്രിസ്തു മുഖാന്തരം കൃപ നൽകിയിരിക്കുന്നു. അതാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പിശാചിനെ പിടിച്ച് കെട്ടിയിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൽ സാത്താൻ്റെ തടവറയിൽ ആയിരുന്നവരൊക്കെയും സ്വതന്ത്രരാക്കുകയും ക്രിസ്തുവിൻ്റെ മരണപുനരുദ്ധാന സ്വർഗാരോഹണത്തിന് ശേഷം എല്ലാ മനുഷ്യർക്കും സ്വതന്ത്രരാകുവാനുള്ള കൃപ നൽകുകയുമാണ് യേശു ചെയ്തത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഗലാത്യർ 5:1 പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. യോഹന്നാൻ 8:36
ദൈവജനത്തിന് ശത്രുവായ സാത്താനെ ഇപ്പോൾ ബന്ധിച്ചിട്ടില്ല എന്ന് തിരുവചനാടിസ്ഥാനത്തിൽ എത്രയും സ്പഷ്ടമായി തെളിഞ്ഞുവല്ലോ. ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. 1 തിമോത്തി 1:20 വാക്യം. അപ്പോൾ പിശാചിനെ ബന്ധിച്ചിട്ടില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഈ പിശാച്, സാത്താൻ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സാത്താനെയോ പിശാചിനെയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്ന ആ വിലയേറിയ മർമ്മം നാം മനസ്സിലാക്കണം. അത് പ്രതിരൂപമാണ്. അപ്പോൾ പിശാച്, സാത്താൻ എന്ന് പറയുമ്പോൾ ആ പൈശാചിക സ്വഭാവം ആ വസ്തുവിന് അല്ലെങ്കിൽ അതിനുള്ളത് കൊണ്ടാണ് അതിനെ ഈ സാത്താൻ എന്ന പ്രയോഗം കൊണ്ട് വിളിച്ചിരിക്കുന്നത്. കർത്താവ് ഒരിക്കൽ തൻ്റെ അരുമ ശിഷ്യനായ, ഒന്നാമത്തെ ശിഷ്യനായ പത്രോസിനെ, സാത്താനെ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതെല്ലാം മനുഷ്യരുടെ അത്രേ ചിന്തിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞല്ലോ. അതൊരു ആലങ്കാരിക പദപ്രയോഗമായിരുന്നല്ലോ. പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ചപ്പോൾ പത്രോസ് സാത്താൻ ആയിരുന്നോ? അല്ല, പത്രോസ് സാത്താനല്ല. പക്ഷേ പൈശാചികമായ സ്വഭാവം, ഒരു ചിന്താഗതി പത്രോസിൽ വന്നതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. കർത്താവേ, നീ മരിക്കരുത്, ഞാൻ യെരുശലേമിലേക്ക് പോകും, പിടിക്കപ്പെടും, പരീശന്മാരും ശാസ്ത്രിമാരും കൂടി ചേർന്ന് എന്നെ പിടിച്ച് കൊല്ലും, അഥവാ ക്രൂശിക്കും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു പറഞ്ഞപ്പോഴാണ് പത്രോസ് പറയാണ്, കർത്താവിനെ വേറിട്ട് മാറ്റി നിർത്തിയിട്ട് പറയാണ്, കർത്താവേ, നിനക്ക് അങ്ങനെ ഒരിക്കലും ഭവിക്കരുത്, നീ മരിക്കാൻ പാടില്ല, നീ ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് തോന്നും പത്രോസിൻ്റെ ചിന്ത നല്ലതായിരിക്കാം. പക്ഷേ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചില്ലെങ്കിൽ പാപികൾക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ സാത്താൻ പത്രോസിലൂടെ ആ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ തടയുകയായിരുന്നു വാസ്തവത്തിൽ ചെയ്തത്. അതുകൊണ്ടാണ് കർത്താവ് സാത്താനെ, നീ എനിക്ക് ഇടർച്ചയാകുമെന്ന് പറഞ്ഞത്. പത്രോസിനെ അല്ല, മറിച്ച് സാത്താനെയാണ് കർത്താവ് ഭത്സിച്ചത്. പക്ഷേ പത്രോസിലൂടെയാണ് സാത്താൻ പ്രവർത്തിച്ചു. ഇതുപോലെ അത് പ്രതീകമാണ്. അപ്പോൾ പിശാച്, സാത്താൻ എന്ന് വെളിപ്പാടിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് പൈശാചിക സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ സാത്താൻ എന്ന പദം 8 പ്രാവശ്യവും പിശാച് എന്ന പദം 4 പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ 8 4 12 പ്രാവശ്യമാണ് ഈ സാത്താൻ അല്ലെങ്കിൽ പിശാച് എന്ന വാക്ക് നമുക്ക് ബൈബിളിൽ പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. വെളിപ്പാടിൽ 12 പ്രാവശ്യം ഈ സാത്താൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം സാത്താൻ, അക്ഷരാർത്ഥത്തിൽ സാത്താനെ കുറിക്കുന്ന വാക്കുകളല്ല. ആ പൈശാചിക സ്വഭാവത്തെയാണ്, അതിൻ്റെ ക്രൂര മനോഭാവത്തെയാണ് അതുകൊണ്ട് സാത്താൻ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, സാത്താൻ്റെ പള്ളിക്കാർ, വെളിപ്പാട് 2:9 എന്ന് പറഞ്ഞാൽ സാത്താന് പള്ളി ഉണ്ടെന്നാണോ എൻ്റെ അർത്ഥം? ഭൂമിയിൽ സാത്താന് പള്ളിയുണ്ടോ, സാത്താൻ പള്ളി സ്ഥാപിച്ചിട്ടുണ്ടോ എന്നാണ് അർത്ഥം. ഈ ഭൂമിയിൽ സാത്താന്യ ആരാധനക്കാരുണ്ട്, പക്ഷേ സാത്താൻ്റെ പള്ളി എന്ന് പറയുന്നത് സാത്താൻ പള്ളിയൊന്നും സ്ഥാപിച്ചിട്ടില്ല. മറ്റൊരു പദം, പിശാച് ചിലരെ തടവിലാക്കാൻ പോകുന്നു, വെളിപ്പാട് 2:10. പിശാച് മറ്റുള്ളവരെ എങ്ങനെയാണ് തടവിലാക്കുന്നത്? അത് അക്ഷരാർത്ഥത്തിൽ തടവിലാക്കുക നമുക്ക് പറയാൻ, ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. മറ്റൊരു പദം, സാത്താൻ്റെ സിംഹാസനമുള്ള ഇടം, വെളിപ്പാട് 2:13. അപ്പോൾ പിശാചിന് സിംഹാസനം ഉണ്ടോ? ഭൂമിയിൽ പിശാച് സിംഹാസനമൊന്നും സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയാദി പദങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ പൈശാചിക സ്വഭാവത്തെയാണ്. ദൈവസഭയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന ആ 1-ാം നൂറ്റാണ്ട് മുതൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം വരെ ദൈവസഭയ്ക്ക് എതിരായി വരുന്ന എതിർപ്പുകളെയും വെല്ലുവിളികളെയും ആത്മീയ പോരാട്ടങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് 20 പറഞ്ഞിരിക്കുന്ന സാത്താൻ എന്നത് അക്ഷരാർത്ഥത്തിൽ പിശാചല്ല, മറിച്ച് അത് പൈശാചിക സ്വഭാവത്തെയും പോരാട്ടത്തെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് പിശാച് അല്ല എങ്കിൽ പിന്നെ ഈ സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങല കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ്? ആ മഹാസർപ്പം പിശാച് ആരാണ്? വെളിപ്പാട് 12 തീ നിറമുള്ള മഹാസർപ്പത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതിൻ്റെ ആ 7 തലയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ വാലുകൊണ്ട് ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വലിച്ച് താഴെയിട്ടു എന്നൊക്കെ നാം വായിക്കുന്നുണ്ടല്ലോ. ഒരു നക്ഷത്രം ഭൂമിയിൽ വീണ് കിടക്കുന്നൊക്കെ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു നക്ഷത്രത്തിന് ഭൂമിയിൽ വീഴാൻ കഴിയില്ല. അപ്പോൾ സിംബോളിക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7 തലയെന്ന് പറഞ്ഞാൽ അത് റോമൻ സാമ്രാജ്യത്തെയാണ് അർത്ഥമാക്കുന്നത്. തീ നിറമുള്ള മഹാസർപ്പം, അത് റോമൻ സാമ്രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ 7 മലകളിന്മേലായിരുന്നു പുരാതന റോമൻ സാമ്രാജ്യം പണിതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് 7 തലയെന്ന് പറഞ്ഞാൽ അത് 7 മലയാണ്. അത് വെളിപ്പാട് 17 തന്നെ അതിൻ്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. അപ്പോൾ നാം ചിന്തിച്ചു വന്നത്
പിശാചിനെ പിടിച്ച് കെട്ടിയിട്ടില്ല, പൂട്ടിയിട്ടില്ല, ചങ്ങല കെട്ടിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി നമ്മൾ വേദപുസ്തക തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ചങ്ങലക്കിട്ടത് ആരെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചങ്ങലക്കിട്ടത് പുരാതന കാവ്യ റോമൻ സാമ്രാജ്യത്തെയാണ് ഇവിടെ അടച്ചുപൂട്ടി അഗാധകൂപത്തിൽ ചങ്ങലക്കിട്ടു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അതായത് ശക്തി ക്ഷയിച്ച റോമൻ സാമ്രാജ്യം എന്നർത്ഥം. റോമൻ സാമ്രാജ്യത്തിൻ്റെ ശക്തി 4-ാം നൂറ്റാണ്ടോടുകൂടി റോമൻ സാമ്രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിച്ചു പോയി. 6-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അത് ഭൂമുഖത്ത് നിന്ന് ആ സാമ്രാജ്യം എന്നേക്കുമായി നശിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ റോമൻ സാമ്രാജ്യമായിരുന്നല്ലോ ദൈവത്തിൻ്റെ സഭയെ, ആ സഭയുടെ AD 33 മുതൽ സഭ ആരംഭിച്ച കാലം മുതൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ എതിർപ്പായിരുന്നു, ഉപദ്രവമായിരുന്നു സഭയ്ക്കുണ്ടായിരുന്നു. ആ ഉപദ്രവിച്ച ആ റോമൻ സാമ്രാജ്യം AD 4-ാം നൂറ്റാണ്ടോടുകൂടി അത് അപ്പത്തിച്ചു പോയി, അതിൻ്റെ ശക്തി ക്ഷയിച്ചു പോയി. 6-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും റോമൻ സാമ്രാജ്യം എന്നേക്കുമായി നിബന്ധിച്ചു പോയി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ചങ്ങലക്കിട്ട് പൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് പുരാതന റോമൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്, സാത്താനല്ല. ഇനി അടുത്തതായിട്ട് നാം പരിശോധിക്കുന്നത് അവിടെ 1000 ആണ്ട് വാണു എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1000 ആണ്ട് വാഴ്ച. വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമാണ് ഈ സഹസ്രാബ്ദ വാഴ്ച എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അത് കൃത്യമായ ഒരു 1000 ആണ്ട് വർഷം എന്ന് നാം കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം 1000മോ അതിൽ കൂടുതലാകാം. ചിലിയ എന്ന ഒരു ഗ്രീക്ക് പദമാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് 1000 വർഷം എന്നും ഒരു 1000 കൂട്ടം കാര്യങ്ങൾ എന്നുകൂടി അതിനർത്ഥമുണ്ട്. നാം ഒക്കെ പറയാറുണ്ടല്ലോ 100 കൂട്ടം കാര്യങ്ങളുണ്ടെന്ന് പറയാറുണ്ടല്ലോ. ഒരുപാട് വിഷയങ്ങൾ, കാര്യങ്ങൾ ഉള്ളതിനെ കാണിക്കുന്നതിനാണ് എണ്ണമില്ലാത്തതോ അല്ലെങ്കിൽ എണ്ണി തീർക്കാൻ പറ്റുന്നതുമായ ഒരു കാര്യങ്ങൾക്കാണ് അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഈ 1000 ആണ്ട് വാണത് ആരാണ്? 1000 ആണ്ട് വാണത് തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കാതിരുന്നവരുമായ ആളുകളാണ് ഇവിടെ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണത്. അപ്പോൾ ഈ മൃഗം ആരാണ്? മൃഗത്തിൻ്റെ മുദ്ര എന്താണ്? മൃഗത്തിൻ്റെ മുദ്രയെക്കുറിച്ച് ഞാൻ മുൻപ് 666 എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ മൃഗം റോമൻ സാമ്രാജ്യം നശിച്ച ശേഷം അതിൻ്റെ ശക്തി ക്ഷയിക്കാറായ സമയത്ത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ആ സാമ്രാജ്യത്തിൽ സാമ്രാജ്യ തുല്യമായി ഉയർന്നു വന്ന റോമൻ കത്തോലിക്ക മതത്തെയാണ് ഇവിടെ മൃഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മൃഗം റോമൻ സാമ്രാജ്യം നശിക്കുകയും ആ സ്ഥാനത്ത് റോമൻ കത്തോലിക്ക മതമായ മൃഗം വാഴുകയും ചെയ്യുകയാണ്. ആ മൃഗം വാണ സമയത്ത് ദൈവത്തിൻ്റെ സഭയ്ക്ക് റോമൻ സാമ്രാജ്യത്തിൽ നിന്നും ഉപദ്രവം ഏറ്റതുപോലെ അതിനേക്കാളോ അതിനോടൊപ്പമോ ആയ കൊടിയ ഉപദ്രവങ്ങൾ യേശുക്രിസ്തു സ്ഥാപിച്ച സത്യസഭയ്ക്ക് നേരിടേണ്ടതായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് വലിയ ഉപദ്രവം ഉണ്ടായി. റോമൻ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിന് കീഴിൽ ദൈവത്തിൻ്റെ സഭ ചവിട്ടി മെതിക്കപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ റോമൻ മതത്തിൻ്റെ ആധിപത്യം സ്വീകരിക്കാതെ പാപ്പാ മതത്തിൻ്റെ ആ ആജ്ഞയ്ക്ക് അല്ലെങ്കിൽ ആ അന്ധവിശ്വാസത്തിനോ അനാചാരങ്ങൾക്കോ സത്യവിരുദ്ധ ആരാധനയ്ക്ക് കീഴ്പ്പെടാതെ വന്നപ്പോൾ ആ റോമൻ കത്തോലിക്ക മതം സത്യവിശ്വാസികളെ കൊന്നുകളഞ്ഞു. അങ്ങനെ രക്തസാക്ഷികളായി തീർന്നവരാണ് ആത്മീയ അർത്ഥത്തിൽ ക്രിസ്തുവിനോട് കൂടെ അവർ വാണത്. അവർ ജീവനെ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി അവർ തീർന്നു. അതാണ് അവിടെ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു എന്ന് പറഞ്ഞിരിക്കുന്നത്. പിശാചും സാത്താനും മഹാസർപ്പവുമായ പൗരാണിക റോമൻ സാമ്രാജ്യത്തെ ബന്ധിച്ചതിന് ശേഷം പോപ്പ് സർവാധിപതിയായി ഭരിച്ചുകൊണ്ടിരുന്ന AD 6-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള 1000 ആണ്ടിൽ പോപ്പിന് കീഴ്പ്പെടാതെയും പാപ്പാ മതമായ മൃഗത്തെ നമസ്കരിക്കാതിരിക്കുകയും ചെയ്ത ദൈവസഭ വിശുദ്ധന്മാർ രക്തസാക്ഷികളായി തീർന്നു. ഈ കാലയളവിന് രക്തസാക്ഷികളുടെ കാലം എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് 7 കോടിയിലധികം സത്യവിശ്വാസികൾ രക്തസാക്ഷികളായി തീർന്നു എന്ന് ബൈബിൾ റീഡിങ്സ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പോപ്പിൻ്റെ മൃഗത്തിൻ്റെ മതഭരണമായ പോപ്പിൻ്റെ ഭരണകാലത്ത് 7 കോടിയിലധികം സത്യവിശ്വാസികൾ രക്തസാക്ഷികളായി തീർന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ ആ മൃഗത്തെ, റോമൻ കത്തോലിക്ക മതത്തെയും അതിൻ്റെ അധികാരത്തെയും അതിന് കീഴ്പ്പെടാതെ വന്നപ്പോൾ, അതിൻ്റെ മുദ്ര എന്ന് പറഞ്ഞ അധികാരം, അതിന് കീഴ്പ്പെടാതെ വന്നപ്പോൾ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ക്രിസ്തീയ പാരമ്പര്യവും അപ്പോസ്തോലിക പാരമ്പര്യവും ക്രിസ്തീയ വിശ്വാസവും അല്ലെങ്കിൽ യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശത്തിന് വിരുദ്ധമായ നിലയിൽ റോമൻ സാമ്രാജ്യത്തിൽ റോമൻ കത്തോലിക്ക മതം ഉയർന്നു വന്നു. അപ്പോൾ ആ മതത്തിൻ്റെ ചട്ടവട്ടങ്ങളിൽ അതിൻ്റെ നിയമത്തിന് കീഴ്പ്പെടാതെ സത്യവിശ്വാസികൾ രക്തസാക്ഷികളായി തീർന്നു. പാപ്പ മതത്തെ എതിർക്കുന്നവർ, പാപ്പ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ വന്നാൽ അവർ രക്തസാക്ഷികളായി തീരുമാനം. അതുകൊണ്ടാണ് ആ കാലത്തെ രക്തസാക്ഷികളുടെ കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരാണ് ക്രിസ്തുവിനോട് കൂടെ രക്തസാക്ഷികളായി തീർന്നവർ 1000 ആണ്ട് വാണു എന്ന് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 1000 ആണ്ട് വാണു എന്നും വാഴു എന്നും പറഞ്ഞിട്ടുണ്ട്. വാണു എന്ന് പറഞ്ഞാൽ അത് AD 6-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് അവർ രക്തസാക്ഷികളായി തീർന്ന് ക്രിസ്തുവിനോടുകൂടെ വാണത്. എന്നാൽ AD 6-ാം നൂറ്റാണ്ടും 16-ാം നൂറ്റാണ്ടിനും ശേഷം 16-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നവീകരണം ഉണ്ടാവുകയും സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും ചെയ്തപ്പോൾ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു വന്ന ആളുകൾ ഇന്ന് ആത്മീയമായ ക്രിസ്തുവിനോട് കൂടെ വാണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ക്രിസ്തുവിനും ആ ദൈവത്തിനും പുരോഹിതന്മാരായി അവർ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാഴുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ കൃത്യമായിരിക്കുന്ന 1000 ആണ്ട് എന്നല്ലതിൻ്റെ അർത്ഥം. ഇതൊരു ദീർഘ കാലഘട്ടത്തെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ 10 ദിവസം നിനക്ക് ഉപദ്രവം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ 10 ദിവസം എന്നല്ല, ഒരു ഹ്രസ്വകാലം എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ രക്തസാക്ഷികളായി തീർന്ന ആളുകൾ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാണു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും മായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. അപ്പോൾ ഈ 1000 ആണ്ട് വാണത് ആരാണ്? യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തവും തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരുമായ ആത്മാക്കളാണ് 1000 ആണ്ട് വാണത്, അല്ലാതെ ജീവനുള്ളവരല്ല. ചില ആളുകളൊക്കെ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ ഈ ഭൂമിയിൽ അക്ഷരീകമായ 1000 ആണ്ട് വാഴ്ച ഉണ്ടാകും, അതിൻ്റെ ക്യാപിറ്റൽ യെരുശലേം ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഭോഷത്വം എന്നല്ലാതെ അതിനെന്താണെന്ന് നമുക്ക് പറയാൻ കഴിയുക? അങ്ങനെയൊന്നും വേദപുസ്തകത്തിൽ വാക്യങ്ങളോ തെളിവുകളോ അങ്ങനെ ഒരു ആശയം പോലും ബൈബിളിലില്ല. അതെല്ലാം അബദ്ധജടിലമായ ചിന്താഗതികളാണ്. യേശുക്രിസ്തുവിന് ഭൗതികമായ ഒരു മില്ലേനിയം അല്ലെങ്കിൽ ഒരു സഹസ്രാബ്ദ വാഴ്ച ഉണ്ട് എന്ന് ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു തൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ തനിക്കൊരു ഐഹിക രാജ്യം ഉണ്ടെന്ന് പറയുവാനുള്ള അധികാരം ആർക്കും ഇല്ലല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് താൻ ഐഹിക രാജ്യം സ്ഥാപിക്കാനല്ല ഈ ലോകത്തിലേക്ക് വന്നത്, എന്നാൽ താൻ രാജാവാണ്, തനിക്കൊരു രാജ്യമുണ്ട്. ആ രാജ്യം ദൈവരാജ്യമാണ്, അഥവാ ദൈവത്തിൻ്റെ സഭയാണ്. ദൈവത്തിൻ്റെ സഭയുടെ മറ്റൊരു പതിപ്പാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം കർത്താവ് ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ആ രാജ്യത്തിലാണ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ മക്കളും ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സഭ ദൈവരാജ്യത്തിലാണ്. 1-ാമത്തെ പുനരുദ്ധാനം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചല്ല. അങ്ങനെ പഠിപ്പിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഉണ്ട്. മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ് 2 ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് 2 പുനരുദ്ധാനങ്ങൾ ഉണ്ടെന്നും ഇവർ സിദ്ധാന്തിക്കുന്നു. എന്നാൽ ഈ ചിന്താഗതി തികച്ചും വേദവിപരീതമാണ്. മരിച്ചുപോയ എല്ലാവർക്കും പൊതുവിൽ ഏക പുനരുദ്ധാനം മാത്രമേ ഉള്ളൂ, തിരുവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ഒടുക്കത്തെ നാളിൽ ഉള്ള ഒറ്റ പുനരുദ്ധാനമാണ് എല്ലാവർക്കും ഉള്ളത്. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന 1-ാമത്തെ പുനരുദ്ധാനം എന്നത് സുവിശേഷത്താലുള്ള വീണ്ടും ജനനത്തെക്കുറിച്ചാണ്. സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന അവസ്ഥയ്ക്കാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇപ്രകാരം വീണ്ടും ജനിക്കുമ്പോൾ പാപസംബന്ധമായ മരണത്തിൽ നിന്നും പുനരുദ്ധാനം പ്രാപിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എഫേസ്യർ 2-ന്റെ 1-ാം വാക്യം. ഒന്നാമത്തെ പുനരുദ്ധാനമാകുന്ന വീണ്ടും ജനനം പോപ്പിന്റെ മതഭരണകാലമായ 1000 ആണ്ടിൽ രക്തസാക്ഷികൾക്കല്ലാത്തവർക്ക് ആർക്കും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. ഇവരെക്കുറിച്ചാണ് മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1-ാമത്തെ പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ ഈ മരിച്ചവർക്കെല്ലാം പുനരുദ്ധാനമുണ്ട്, പക്ഷേ അത് 2 ഘട്ടങ്ങളിലായിട്ടല്ല, ഒരൊറ്റ പുനരുദ്ധാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒറ്റ പുനരുദ്ധാനം എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ
കാഹളനാദം കേൾക്കുമ്പോൾ, അന്ത്യകാഹളനാദം കേൾക്കുമ്പോൾ ഒടുവിലത്തെ പുനരുത്ഥാനം, ഒടുക്കത്തെ നാളിലുള്ള അന്ത്യനാളിലുള്ള പുനരുത്ഥാനമാണ്. അപ്പോൾ യേശുക്രിസ്തുവും മടങ്ങിവരും, മരിച്ചവരും ഉയർത്തെഴുന്നേൽപ്പും, അന്ത്യന്യായവിധിയും, സഭയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതും എല്ലാം ഒന്നിച്ചൊരേ സമയത്താണ്. യോഹന്നാൻ 5:28 യേശു പറഞ്ഞു, കല്ലറകളിൽ ഉള്ളവരെല്ലാവരും മനുഷ്യപുത്രന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. നാഴികകൾ എന്നില്ല, നാഴിക. അവേഴ്സ് എന്നില്ല, അവർ എന്നാണ്. അപ്പോൾ പുനരുദ്ധാനങ്ങൾ എന്നില്ല, പുനരുദ്ധാനം എന്നുള്ള ഏക വചനമാണ്. റിസറക്ഷൻ, അത് ഏക വചനമായിട്ടാണ് മൂലവാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒറ്റ പുനരുദ്ധാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പുനരുദ്ധാനം ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അതെല്ലാം വചനവിരുദ്ധമായിരിക്കുന്ന ഉപോത്ബലകമായ വാക്യങ്ങളൊന്നും അതിനില്ല. അത് ചില ചിന്താഗതികൾ, ചില വാക്യങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. കർത്താവും അപ്പോസ്തലനും പറഞ്ഞിരിക്കുന്നത്, അപ്പോസ്തലന്മാരും പറഞ്ഞിരിക്കുന്നത് ഒറ്റ പുനരുദ്ധാനം എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന ആ പദം വെളിപ്പാടിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് 2 പുനരുദ്ധാനങ്ങളുണ്ട് എന്ന് ചില ആളുകൾ ചിന്തിച്ചിരിക്കുന്നു. വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് സിംബോളിക്കലായിട്ടാണ്. പാപസംബന്ധമായി മരിച്ച ആളുകൾ ആ പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നതിനെയാണ് ഒന്നാമത്തെ പുനരുദ്ധാനം, പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിനെയാണ് പുനരുദ്ധാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആയതിനാൽ നാം ചിന്തിച്ചു വന്നതായ വേദഭാഗങ്ങളിൽ നാം കണ്ടത്, ഇവിടെ ഒന്നാമത്തെ പുനരുദ്ധാനം എന്താണ്, ഈ 1000 ആണ്ട് വാഴ്ച എന്താണ്, അതാരാണ് 1000 ആണ്ട് വാഴുന്നത്? അത് രക്തസാക്ഷികളാണ്, തലഛേദിക്കപ്പെട്ടവരാണ്, മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും മൃഗത്തിന് മുദ്ര ഏൽക്കാതിരുന്നവരുമായ ആളുകളാണ്. അവർ ആത്മാക്കളാണ് വാണത്, രക്തസാക്ഷികളാണ്. എന്നാൽ ആ മൃഗത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു, ആ മൃഗത്തിൻ്റെ ഭരണകാലം കഴിഞ്ഞു. AD 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കും റോമൻ കത്തോലിക്ക മതത്തിൻ്റെ ആധിപത്യം കുറയുകയും പുനരുദ്ധാനമുണ്ടായി. പുനരുദ്ധാന, ആത്മീയ പുനരുദ്ധാനം, അല്ലെങ്കിൽ ഈ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുവാനുള്ള ആളുകൾക്ക് ഉള്ള അവസരം വീണ്ടും കൈവന്നു. അത് 16-ാം നൂറ്റാണ്ടിലെ ആ നവീകരണത്തിലൂടെ എല്ലായിടങ്ങളിലേക്കും സുവിശേഷം കടന്നു ചെല്ലുവാനും അനേകർ പാപസംബന്ധമായ മരണത്തിൽ നിന്നും സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുവാനും ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് കഴിഞ്ഞു എന്ന് പിന്നീടുള്ള ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ നവീകരണ കാലത്തിന് ശേഷം രക്ഷിക്കപ്പെട്ടു വരുന്നവരെയും ചേർത്തുകൊണ്ടാണ് അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി 1000 ആണ്ട് വാഴുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വാഴ്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. രക്തസാക്ഷികളാകുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചവർ മാത്രമാണ് 1000 ആണ്ടിൽ വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിനോടുകൂടെ വാണത്. അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു എന്ന് വെളിപ്പാടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പാപ്പാ മതത്തിൻ്റെ ദുഷ്ഭരണ വാഴ്ചയായ 1000 ആണ്ടിന് ശേഷം, അതായത് 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നവീകരണ കാലത്ത് രക്തസാക്ഷികളല്ലാത്തവർക്കും വീണ്ടും ജനനം പ്രാപിക്കുവാൻ സാധിച്ചു. വെളിപ്പാട് 20:6 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സന്ദർഭത്തെക്കുറിച്ചാണ്. അവർ 1000 ആണ്ട് ക്രിസ്തുവിനും ദൈവത്തിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. മൃഗത്തിൻ്റെ ഭീകരവാഴ്ചയായ 1000 ആണ്ടിൽ രക്ഷിക്കപ്പെട്ടവരെയും അതിനുശേഷം രക്ഷിക്കപ്പെടുന്നവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അല്ലാതെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചല്ല. അപ്പോൾ ഒന്നാമത്തെ പുനരുദ്ധാനം എന്താണ്, 1000 ആണ്ട് വാഴ്ച എന്താണ് എന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. പിശാചിനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നാം ചിന്തിച്ചു. ഇനി നാം ചിന്തിക്കാൻ തുടങ്ങുന്നത് ഈ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അർത്ഥം, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ളൊരു യുദ്ധമാണോ? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് ആ തിരുവചന ഭാഗങ്ങൾ പരിശോധിക്കാം. ബൈബിൾ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഗോഗ് മാഗോഗ് ഈ വാക്ക് നാം ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഈ പദം ആദ്യമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നോഹയുടെ 3ാമത്തെ മകനായ യാഫത്തിൻ്റെ 2ാമത്തെ മകൻ്റെ പേരാണ് മാഗോഗ് എന്നത്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 2-ാം വാക്യം, 1 ദിനവൃത്താന്തം 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. നോഹയുടെ 3ാമത്തെ മകനായ യാഫത്തിൻ്റെ 2ാമത്തെ മകൻ്റെ പേരാണ് മാഗോഗ്. ഗോഗ് എന്ന ആ പേര് രൂബൻ ഗോത്രക്കാരനായ ഒരു വ്യക്തിയുടെ പേരാണ്. രൂബൻ ഗോത്രത്തിൽ നിന്നുള്ള ഒരാളുടെ പേരാണ്. അക്ഷരാർത്ഥത്തിൽ ഒരാളുടെ പേരാണ് ഗോഗ് എന്നുള്ളത്.
അതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിലുള്ള ഒരാളുടെ പേരാണ് മാഗോഗ്. അത് നോഹയുടെ മൂന്നാമത്തെ മകനായ യാഫത്തിന്റെ രണ്ടാമത്തെ മകന്റെ പേരാണ്. ഗോഗ് എന്ന വാക്കിന്റെ അർത്ഥം മൗണ്ടൻ എന്നാണ്, അഥവാ പർവ്വതം എന്നാണ് ഗോഗ് എന്ന പദത്തിന്റെ അർത്ഥം. മാഗോഗ് എന്നതിൻ്റെ അർത്ഥം റീജിയൻ ഓഫ് ഗോഗ് എന്നാണ്, ഗോഗിന്റെ ദേശം എന്നാണ് ആ മാഗോഗ് എന്ന വാക്കിന്റെ അർത്ഥം. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ ഗോഗ് മാഗോഗ് എന്ന പേര്, അത് കഴിഞ്ഞാൽ പിന്നെ നാം ഗോഗിനെ മാഗോഗിനെ കാണുന്നത് പഴയ നിയമത്തിൽ യഗസ്കേലിൻ്റെ പ്രവചനത്തിലാണ്. യഗസ്കേലിൻ്റെ പ്രവചനം 38-39 അധ്യായത്തിൽ അവിടെ ഗോഗ് മാഗോഗ് ഇസ്രായേലിനെതിരായി യുദ്ധം ചെയ്യുവാൻ വരുന്ന ഇസ്രായേലിൻ്റെ ശത്രുക്കളിൽ പെടുന്ന ഒരു ജനവിഭാഗമായിട്ടാണ് അവിടെ മാഗോഗിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മാഗോഗ് ഒരു ദേശവും ഇദ്ദേഹത്തിൻ്റെ പ്രഭു ഗോഗും ആണ് എന്നാണ് യഹസ്കേലിൻ്റെ പ്രവചനത്തിൽ കാണുന്നത്. അവിടെ അത് ഇസ്രായേലിൻ്റെ ശത്രുക്കളായ ഒരു ജനവിഭാഗത്തെയാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ യഹസ്കേലിൻ്റെ പുസ്തകം 592 മുതൽ 570 BC ഈ പുസ്തകം രചിക്കപ്പെടുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇസ്രായേലിനെതിരായിട്ട് വന്ന ഒരു ഇസ്രായേലിലെ ശത്രുക്കളെയാണ് ഈ മാഗോഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മാഗോഗിനെ കുറിച്ച് കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാട് പുസ്തകത്തിലെ മാഗോഗും യഗസ്കേലിൻ്റെയും ഉൽപ്പത്തിയിലും പറഞ്ഞിരിക്കുന്ന മാഗോഗുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഉൽപ്പത്തി പറഞ്ഞിരിക്കുന്ന മാഗോഗ് ജനവംശം അത് അക്ഷരാർത്ഥത്തിലുള്ളതായിരുന്നു. യഗസ്കേൽ പറഞ്ഞിരിക്കുന്നതും അക്ഷരാർത്ഥത്തിലുള്ള ഒരു ജാതി വിഭാഗമായിരുന്നു ഈ മാഗോഗ്. ഇവർ ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ദ്വീപ് സമൂഹമായിട്ടുള്ള ഒരു ജനവിഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഗോഗ് മാഗോഗ് എന്ന പേരിൽ ലോകത്ത് എവിടെയും ഒരു രാജ്യമോ സ്ഥലമോ ഇല്ല, അങ്ങനെ ഒരു പേരുമില്ല. അത് ആ BC നൂറ്റാണ്ടോടുകൂടി അതെല്ലാം കാലഹരണപ്പെട്ടു പോയി. ആ ജനവിഭാഗങ്ങളെല്ലാം ഏതെങ്കിലും ജനത്തോട് ചേരുകയോ മറ്റേതെങ്കിലും പേരിലായിരിക്കാം അറിയപ്പെടുന്നത്. ഇന്ന് ആ പേരിൽ അങ്ങനെ ഒരു ജനവിഭാഗം ഇല്ല. വെളിപ്പാട് പുസ്തകത്തിലെ ഈ മാഗോഗും യഗസ്കേലിലും ഉൽപ്പത്തിയിലും പറഞ്ഞിരിക്കുന്ന മാഗോഗും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് സിംബോളിക്കലായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതൊരു ആലങ്കാരികമായ പദപ്രയോഗമാണ്. അതിനർത്ഥം ഈ പഴയ നിയമകാലത്ത് ദൈവജനമായിരുന്നല്ലോ ഇസ്രായേൽ ജനത്തിന് മാഗോഗ് എന്ന ശത്രു രാജ്യം അവരെ നശിപ്പിക്കുവാനായിട്ട് വന്നല്ലോ. അതിനെ സിംബോളിക്കായിട്ട് എടുത്തുകൊണ്ടാണ് ഇവിടെ മാഗോഗ് എന്ന് വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ സഭയെ തകർക്കുവാൻ, ദൈവത്തിൻ്റെ സഭയ്ക്ക് എതിരായി വരുന്ന ശത്രുക്കളെ അല്ലെങ്കിൽ എതിർപ്പുകളെയോ ആത്മീയ പോരാട്ടങ്ങളെയാണ് ഇവിടെ മാഗോഗ് യുദ്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. ഇവിടെ നാം വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ യുദ്ധം എന്ന പദം അല്ലെങ്കിൽ വാർ എന്ന പദം 6 പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. 6 പ്രാവശ്യം യുദ്ധം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിൽ വാർ എന്നും ബാറ്റിൽ എന്നും 2 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബാറ്റിൽ എന്നും വാർ എന്നും പറഞ്ഞിരിക്കുന്ന യുദ്ധമാണ്. യുദ്ധം, സംഘർഷം, അല്ലെങ്കിൽ പോരാട്ടം, സംഘടനം എന്നൊക്കെയാണല്ലോ ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം. അപ്പോൾ അത് വെളിപ്പാടിൽ ആ വാർ എന്ന പദം അല്ലെങ്കിൽ യുദ്ധം എന്ന പദം പറഞ്ഞിരിക്കുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അത് ആത്മീക അർത്ഥമാണ്. അതായത് അക്ഷരാർത്ഥത്തിൽ സംഘടനകളോ യുദ്ധമോ അല്ല അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആത്മീകമായ പോരാട്ടം, അതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ 2 പദങ്ങൾ ഗ്രീക്ക് മൂലത്തിൽ ഈ യുദ്ധം എന്നതിന് ഉപയോഗിച്ചിട്ടുണ്ട്. വെളിപ്പാടിൽ 20-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവർ യുദ്ധത്തിനായി കൂട്ടിച്ചേർത്തു എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ യുദ്ധം എന്നതിന് കൊടുത്തിരിക്കുന്ന ഒരു പദം പോലേമോസ് എന്നൊരു ഗ്രീക്ക് പദമാണ്. പോലേമോസ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. പോയമോൺ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പോലേമോസ്, പോയമോൺ എന്ന് 2 പദം ഈ വെളിപ്പാട് പുസ്തകത്തിൽ യുദ്ധം എന്നതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ എബ്രായ വാക്ക് വേറെയുണ്ട്. കൂടാതെ ലാറ്റിൻ പദമുണ്ട്. ലാറ്റിൻ പദം ബെല്ലം എന്ന വാക്കാണ്. ആ ബെല്ലം എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ പോലേമോസ്, പോയമോൺ എന്നീ പദങ്ങളുടെ എല്ലാം അർത്ഥം ആഭ്യന്തര യുദ്ധം, എല്ലാവർക്കും എതിരായ എല്ലാവരുടെയും യുദ്ധം എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അക്ഷരാർത്ഥം. പക്ഷേ അക്ഷരാർത്ഥം അങ്ങനെയാണെങ്കിലും അക്ഷരാർത്ഥത്തിൽ യുദ്ധത്തെക്കുറിച്ചല്ലല്ലോ വെളിപ്പാടിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. നമുക്ക് പോരാട്ടം എന്നുള്ളത് ആത്മീക പോരാട്ടമാണ്.
ഏതെങ്കിലും രാജ്യങ്ങൾ വന്ന് രാജ്യങ്ങളോട് എതിർത്ത് നിൽക്കാൻ എന്ന് നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമോ അവകാശമില്ല. രാജ്യങ്ങൾ മാരകായുധങ്ങളുമായി വന്ന് ദൈവത്തിൻ്റെ സഭയെ ആക്രമിക്കേണ്ട ഒരു ആവശ്യകതയില്ല. ആത്മീയ പോരാട്ടങ്ങളുണ്ടാകും ദൈവസഭയെ തകർക്കുവാൻ, ഉപദേശപരമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായ ഏതെങ്കിലും പീഡനങ്ങളിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ആത്മീയ പ്രവർത്തനങ്ങളെ നിയമം മൂലം തടയുകയോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ വാളും യുദ്ധക്കോപ്പുകളും ഇന്നത്തെ പോലെ ആധുനിക യുഗത്തിലെ യുദ്ധ സാമഗ്രികളോ യുദ്ധക്കോപ്പുകളോ ഒക്കെ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ സഭയെ യുദ്ധം ചെയ്യാൻ വരുമെന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ആത്മീയ പോരാട്ടത്തെയാണ് ഈ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. ഇനി മാഗ് ഗോഗോഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഈ ലോകത്തിൽ അങ്ങനെ ഒരു സ്ഥലം ഇല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. എന്നാൽ ചില ആളുകൾ മാഗോഗ് ദേശം അല്ലെങ്കിൽ ഗോഗ് എന്ന് പറഞ്ഞാൽ അതിന് അവർ ചില സാങ്കല്പികമായ ചില വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതൊന്നും ഉപോത്ബലകമായ തെളിവുകളുടെ വെളിച്ചത്തിലല്ല. അത് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. അതായത് സൗത്ത് ക്യൂബ, ഈസ്റ്റ് കാനഡ, കമ്മ്യൂണിസ്റ്റ് റഷ്യ, ചൈന, ഇതിലേതെങ്കിലുമൊക്കെ ആകാം എന്ന ഒരു സങ്കല്പമാണ് ചില വേദപഠിതാക്കൾ ചിന്തിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ അതിന് ഉപോത്ബലകമായ രേഖകളോ ചരിത്ര രേഖകളോ വേദശാസ്ത്രപരമായ രേഖകളോ അംഗീകാരമോ ഒന്നും അതിനില്ല. ചിലരുടെ ഒരു സങ്കല്പം അങ്ങനെ ആകാമെന്ന ചിന്തയാണ്. പക്ഷേ അതൊന്നും ഈ വേദപുസ്തകത്തിലെ വെളിപ്പാടിലെ ഈ സന്ദർഭവുമായിട്ട് ഇതൊന്നും യോജിച്ച് പോകുന്നതല്ല. ഒരിക്കലും അക്ഷരാർത്ഥത്തിൽ ഏതെങ്കിലും തലത്തിലുള്ളതായ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് ബൈബിൾ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുവാനോ പറയുവാനോ കഴിയുന്നതല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതും ശരിയല്ല. ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചില ആളുകൾ ഇത്തരത്തിലുള്ള ചില പ്രസംഗക്കൊഴുപ്പിന് വേണ്ടിയിട്ടൊക്കെ ചില അബദ്ധങ്ങൾ തട്ടിവിടാറുണ്ട്. പക്ഷെ അതൊന്നും വേദശാസ്ത്രപരമായി ശരിയല്ല എന്ന് നാം മനസ്സിലാക്കണം. നാം 20-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സാത്താനെ തടവിൽ നിന്നും അഴിച്ചു വിട്ടു ആ സാത്താൻ ചെന്ന് ഭൂമിയിൽ പരക്കെ ചെന്ന് ദൈവത്തിൻ്റെ സഭയെ അല്ലെങ്കിൽ ദൈവമക്കളുടെ വിശുദ്ധന്മാരുടെ പാളയങ്ങളെയും പ്രിയ നഗരത്തെയും വളഞ്ഞു യുദ്ധത്തിനായി അവരെ കൂട്ടിവരുത്തി അവർ ദൈവത്തിൻ്റെ ഈ സഭയെ അല്ലെങ്കിൽ പ്രിയ നഗരത്തെയും ദൈവ ജനങ്ങളുടെ പാളയത്തെയും വളഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സാത്താൻ വശീകരിക്കാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർ ചെന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ അപ്പോൾ ഒരു വലിയ ജനസമൂഹം വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ജനസമൂഹമാണ് ഈ മാഗ് ഗോഗോഗ് എന്ന് നാം ചിന്തിച്ചത്. അപ്പോൾ അപ്രകാരമുള്ളൊരു മാഗ് ഗോഗ് ജനസമൂഹം ഇന്ന് ഭൂമിയിലില്ല. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആത്മീകമായ അർത്ഥം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. പരക്കെ എന്നതിൻ്റെ ഇംഗ്ലീഷ് പദം ബ്രഡ് എന്ന വാക്കാണ്. ബ്രഡ് എന്ന വാക്ക് ഗ്രീക്ക് പദം പ്ലാട്ടോസ് എന്നാണ്. പ്ലാട്ടോസ് എന്നതിനും ബ്രഡ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെയും അർത്ഥം വീതി, വിശാലത, വിസ്തൃതി എന്നൊക്കെയാണ്. വളരെ വിശാലമായ ഭൂമിയിൽ പരക്കെ എല്ലാ സ്ഥലത്തും വളരെ വിശാലമായി വിസ്തൃതമായി വലിയൊരു എതിർപ്പ് ദൈവത്തിൻ്റെ സഭയ്ക്കുണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ വെളിപ്പാട് എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സഭ ഏഷ്യ മൈനറിൻ്റെ ചില ഭാഗത്തും യൂറോപ്പിലെ ചില ഭാഗത്തും മാത്രമേ അല്ല ഉണ്ടായിരുന്നുള്ളൂ. അതായത് റോമൻ സാമ്രാജ്യത്തിലെ ചില സ്ഥലത്ത് മാത്രം. എന്നാൽ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ദൈവത്തിൻ്റെ സഭ ഇന്ന് ഭൂലോകമൊക്കെയും ഉണ്ട്. ദൈവത്തിൻ്റെ സഭ അപ്പോൾ ഭൂലോകമൊക്കെയും വ്യാപിച്ചു കിടക്കുന്ന ദൈവത്തിൻ്റെ സഭയ്ക്ക് ആഗോളമായി ഭൂലോകം മുഴുവനും ഉണ്ടാകുവാനിരുന്ന അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന എതിർപ്പിനെ കുറിച്ചാണ് ഇവിടെ പരക്കെ ചെന്ന് അവർ വളയുമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ആത്മീകമായ അർത്ഥം. മറ്റൊരു പദം വിശുദ്ധന്മാരുടെ പാളയം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വിശുദ്ധന്മാരുടെ പാളയവും പ്രിയ നഗരവും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വിശുദ്ധന്മാരുടെ പാളയം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാമ്പ് ഓഫ് ഗോഡ്സ് പീപ്പിൾ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവ ജനങ്ങൾ പാർക്കുന്ന സ്ഥലം, അവർ കൂടാരമടിച്ച് പാർക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ക്യാമ്പ് ഓഫ് ഗോഡ്സ് പീപ്പിൾ, കൂടാരം, താൽക്കാലിക പാർപ്പിടം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവസഭ ഈ ഭൂമിയിൽ താൽക്കാലിക വാസം ചെയ്യുന്നവരാണ്, ഒരു കൂടാരമാണ് അവർ. ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന് വെളിപ്പാടിൽ വാക്യമുണ്ടല്ലോ. ദൈവവുമായി ദൈവമക്കൾ ഈ ഭൂമിയിൽ
കൂടാര ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂടാരത്തിനെതിരായി അഥവാ ദൈവത്തിൻ്റെ സഭയ്ക്കെതിരായി ആത്മീക പോരാട്ടങ്ങൾ ഉണ്ടാകും എന്നാണ് അപ്പോസ്തലൻ ദിവ്യാത്മാവിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തോലിക കാലഘട്ടത്തിലെ ഉപദ്രവം റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് മാത്രമായിരുന്നു. എന്നാൽ അപ്പോസ്തോലിക കാലഘട്ടത്തിന് ശേഷം ഭൂലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വ്യത്യസ്തമായ തലങ്ങളിൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് പോരാട്ടങ്ങൾ ഉണ്ടാകും. അതാണ് ഈ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ യുദ്ധമുണ്ടാകും എന്നല്ല. മറ്റൊരു പദം നാം കാണുന്നത് പ്രിയ നഗരം. വിശുദ്ധന്മാരുടെ പാളയവും പ്രിയ നഗരത്തെയാണ് വളയുന്നത്. അപ്പോൾ പ്രിയ നഗരം എന്ന് പറഞ്ഞത് ഇംഗ്ലീഷിൽ സിറ്റി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിൽ പോളിൻ എന്ന പദമാണ്. പോളിൻ, ഇംഗ്ലീഷിൽ സിറ്റി, ഗ്രീക്കിൽ പോളിൻ. ഈ മൂലപദത്തിൻ്റെ അർത്ഥം, ഗ്രീക്ക് പദത്തിൻ്റെ ശരിയായിരിക്കുന്ന അർത്ഥം, ഇതൊരു റെസ്റ്റ് ഹിയർ എന്നൊരു അർത്ഥം ഇവിടെ വരുന്നുണ്ട്. അതായത് ദൈവജനങ്ങൾ, ദൈവത്തിൻ്റെ സഭ ഈ ഭൂമിയിൽ വിശ്രമിക്കുകയാണ്. അവരുടെ റെസ്റ്റിംഗ് പ്ലേസാണ് ഈ ഭൂമി. അപ്പോൾ ഈ ഭൂമിയിലെ ഈ റെസ്റ്റിംഗ് പ്ലേസിൽ അഥവാ ലാൻഡ് എന്നുകൂടി ആ വാക്കിന് അർത്ഥമുണ്ട് ഗ്രീക്ക് പദത്തിൽ. അപ്പോൾ ഇങ്ങനെ ദൈവജനം പാർക്കുന്ന ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സഭയെ തകർക്കുവാൻ ഈ ഭൂമിയുടെ നാനാഭാഗത്തു നിന്നും, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സഭ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കൂടാരത്തെ, ഈ പ്രിയ നഗരത്തെ തകർക്കുവാൻ ശത്രുവിൻ്റെ വിവിധ പോരാട്ടങ്ങൾ ഉണ്ടാകും എന്നാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആയതിനാൽ ഈ ഗോഗ് മാഗോഗ് പോരാട്ടം, യുദ്ധമെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ള യുദ്ധമല്ല എന്ന് മനസ്സിലായല്ലോ. ദൈവത്തിൻ്റെ സഭയ്ക്ക് അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന ഉപദ്രവത്തെയാണ് അർത്ഥമാക്കുന്നത്. റോമൻ സാമ്രാജ്യ കാലഘട്ടത്തിൽ ആ ഉപദ്രവം ഉണ്ടായിരുന്നു. റോമൻ സാമ്രാജ്യ കാലഘട്ടത്തിന് ശേഷം മൃഗമായ റോമൻ കത്തോലിക്ക സഭയായ മൃഗം ദൈവത്തിൻ്റെ സഭയെ ഉപദ്രവിച്ചു. ആ കാലഘട്ടവും കഴിഞ്ഞു പോയി. ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിന് ശേഷം ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ, യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം വരെയുള്ള കാലഘട്ടത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ആ സഭയ്ക്ക് എതിരെ പോരാടുന്ന ആ പോരാട്ടങ്ങളെ കുറിച്ചാണ് ഈ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. വെളിപ്പാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഗോഗ് മാഗോഗ് എന്നത് അക്ഷരാർത്ഥത്തിലുള്ളതല്ല, അത് രൂപക ഭാഷയിൽ പ്രതിപാദിച്ചിരിക്കുന്ന യുദ്ധമാണ് എന്ന് നാം ദൈവവചനം പരിശോധിച്ചതിൽ നിന്നും മനസ്സിലായല്ലോ. പഴയ നിയമകാലത്തെ ദൈവജനമായിരുന്ന ഇസ്രായേലിൻ്റെ ശത്രുക്കളായിരുന്നു മാഗോഗ് രാജാവും മാഗോഗ് ദേശനിവാസികളും. ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ജ്വലിക്കും. എഗസ്കേൽ 38:38 വാക്യം. ഇതുപോലെ പാപ്പ മത ഭരണകാലമായ 1000 ആണ്ടിന് ശേഷം ദൈവസഭയ്ക്ക് നേരിടുന്ന പുതിയ വെല്ലുവിളികളും എതിർപ്പുകളും പ്രതീകാത്മക രൂപത്തിൽ വിവരിച്ചിരിക്കുന്നതാണ് ഗോഗ് മാഗോഗ് എന്നുള്ളത്. പുരാതന റോമൻ സാമ്രാജ്യമായ മഹാസർപ്പത്തിനും റോമൻ കത്തോലിക്ക മതമായ മൃഗത്തിനും ശേഷം വിവിധ ജാതികൾ, നാമധേയ സംഘങ്ങൾ, ദുരുപദേഷ്ടാക്കന്മാർ, ക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നവർ, തത്വജ്ഞാനികൾ, വോൾട്ടയർ, ഇംഗർസോൾ മുതലായ നാസ്തികത്വവാദികൾ എന്നിവരുടെ ആക്രമണങ്ങളെ സഭയ്ക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. വിവിധ രൂപത്തിലും ഭാവത്തിലും ഇനിയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് രൂപക ഭാഷയിൽ ഗോഗ് മാഗോഗ് എന്ന് വിവക്ഷിച്ചിരിക്കുന്നത്. പിശാചും സാത്താനും ആയ മഹാസർപ്പത്തെ ചങ്ങലക്കിട്ടതിൻ്റെയും 1000 ആണ്ട് വാഴ്ചയുടെയും ഒന്നാം പുനരുത്ഥാനത്തിൻ്റെയും അർത്ഥം എന്താണെന്നും ഗോഗോഗിൻ്റെ അർത്ഥം എന്താണെന്നും നാം മനസ്സിലാക്കിയല്ലോ. അപ്പോൾ വെളിപ്പാട് 20 പറഞ്ഞിരിക്കുന്ന ആ വിഷയങ്ങളുടെ ഒരു രത്ന ചുരുക്കമാണ് നാം ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ഗോഗ് മാഗോഗ് യുദ്ധം എന്നുള്ളത് അക്ഷരാർത്ഥത്തിലുള്ള യുദ്ധമല്ല, ആത്മീക പോരാട്ടമാണ്. കർത്താവിൻ്റെ സഭ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം വിവിധ രൂപത്തിലുള്ള ആ പോരാട്ടങ്ങൾ, ആത്മീയ പോരാട്ടങ്ങൾ സഭയ്ക്ക് നേരിടേണ്ടതായിട്ട് വരും. അതിനെയാണ് ഇത് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം കോഡ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കോഡ് ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമായി അതിൻ്റെ കൃത്യമായ രൂപം കാണിക്കാതെ പ്രതിരൂപമായി പ്രതീകാത്മകമായ നിലയിലാണ് ആ അർത്ഥം അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്. ആ കാലത്ത് റോമൻ സാമ്രാജ്യം നിലനിർന്ന കാലഘട്ടത്തിൽ ഇത് നേരിട്ട് പറയുന്നതിലോ അല്ലെങ്കിൽ നേരിട്ട് ചിത്രം വ്യക്തമാക്കുന്നതിനോ ഒരു പക്ഷേ തടസ്സമുണ്ടായിരിക്കാം. അതുകൊണ്ടാകാം അങ്ങനെ അപ്പോസ്തലൻ ആ നിലയിൽ അത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് രൂപക ഭാഷയിൽ രചിക്കപ്പെട്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ ഏതൊരു വിഷയവും നാം അങ്ങനെ വേണം മനസ്സിലാക്കുവാൻ. സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു അക്ഷരാർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ അത് അർത്ഥം വികലമാകുമല്ലോ. അത്
നാം ആത്മീയ അർത്ഥത്തിലാണല്ലോ, സിംബോളിക്കായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ പിശാച്, ഈ നക്ഷത്രങ്ങൾ, തല, അതുപോലെ തന്നെ ചില പേരുകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ. മഹദിയാം, ബാബിലോൺ, മിശ്രയും, ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ ഇന്നത്തെ രാജ്യത്തെ കുറിക്കുന്നതല്ലോ. അതിൻ്റെ അർത്ഥം സിംബോളിക്കലായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെല്ലാം ആലങ്കാരികമായി പ്രതിപാദിച്ചിരിക്കുന്ന അർത്ഥങ്ങളെ ആലങ്കാരികമായി തന്നെ നാം മനസ്സിലാക്കി യാഥാർത്ഥ്യം ഗ്രഹിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റി ജീവിക്കുവാൻ ദൈവം നമ്മളേവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.